ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം മാറ്റിവെച്ചതിന് പിന്നിൽ CPIMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മലപ്പുറം DCC എക്സിക്യൂട്ടീവ് മെമ്പർ K. അനീഷ്. യൂത്ത് കോൺഗ്രസ് മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന അങ്ങാടിപ്പുറത്തെ കുരുക്കഴിക്കാൻ ജനപ്രതിനിധികൾ നടത്തിവരുന്ന ശ്രമം പരാജയപ്പെടുകയാണ്. മേൽപ്പാലത്തിന് സമീപമുള്ള കുഴികളിൽ കട്ടവിരിച്ചാൽ ഇപ്പോഴത്തെ അഴിയാക്കുരുക്കിന് താൽക്കാലിക പരിഹാരമാവും. മഞ്ഞളാംകുഴിയേലി MLA മുൻകൈയെടുത്ത് കട്ടവിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ച് അനിശ്ചിതകാല സമരത്തിലാണ്. മണിക്കൂറുകൾ കുരുക്കിൽ കുരുങ്ങി കടന്നുപോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര അങ്ങാടിപ്പുറത്തെ നിത്യകാഴ്ചയാവുന്നു. റോഡിലെ കുഴികൾ അടച്ച് ഗതാഗത യോഗ്യമാക്കാത്ത അധികൃതരുടെ അലംഭാവത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. 27 രാവിലെ കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ടവിരിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന ഉറപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിന്ന് ലഭിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധ സമരം അവസാനിച്ചത്. പോലീസിന്റെ ഇടപെടൽ രംഗം ശാന്തമാക്കി. അങ്ങാടിപ്പുറത്തെ കുരുക്കിന് കാരണം പാലത്തിനു സമീപത്തെ കുഴികളാണെന്നും കട്ടവിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചേരേണ്ട യോഗം CPMന് വഴങ്ങി കളക്ടർ മാറ്റിവെക്കുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച DCC എക്സിക്യൂട്ടീവ് മെമ്പർ K. അനീഷ് പറഞ്ഞു. ഇതിപ്പോൾ അവിടെ കട്ടവിരിച്ച് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അവിടുത്തെ പ്രശ്നം. അല്ലാതെ അവിടെ രൂക്ഷമായ ഒരു പ്രശ്നമൊന്നുമില്ല. പാലം അല്ല ഈ ബ്ലോക്കിൻ്റെ കാരണം, ഇത് പാലമാണ്, അല്ലെങ്കിൽ പാലമാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. കലക്ടർ 2 പ്രാവശ്യം യോഗം വിളിച്ചു. 2 പ്രാവശ്യം യോഗം വിളിച്ച കലക്ടർ ഇത് മാറ്റിവെക്കുകയാണ്. ആംബുലൻസുകൾ ഒരു ദിവസം എത്ര ആംബുലൻസുകളാണ് ആ വഴിക്ക് വരുന്നത്? അതൊന്നും മുഖവിലക്കെടുക്കാതെ കലക്ടർ 2 തവണ യോഗം മാറ്റിവെച്ച് അവിടെ CPMന് വഴങ്ങി ഇട്ടുള്ള സമീപനമാണ് കലക്ടറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മഞ്ഞളാംകുഴി അലി MLAയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് 2-ാം തീയതിക്കാണ് യോഗം വെച്ചിരുന്നത്. 2-ാം തീയതി കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്തെങ്കിലും പ്രയാസദേവന് മാറ്റി വെക്കാമല്ലോ. അത് പറ്റില്ല എന്ന് പറഞ്ഞ് അലിയാക്ക ഇടപെട്ടിട്ടാണ്, MLA ഇടപെട്ടിട്ടാണ് ഇത് നാളേക്ക് ഈ യോഗം വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കൂല. ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. ഇത് മാത്രമൊന്നുമല്ല, നമ്മുടെ മങ്കട മുതൽ ആനക്കയം വരെയുള്ള പ്രദേശത്ത് ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. അങ്ങാടിപ്പുറത്ത് കുഴിയിൽ ദിവസവും ആളുകൾ വീഴുകയാണ്, വണ്ടികൾ മറിയാണ്, പരിക്ക് പറ്റുകയാണ്. ഇങ്ങനെയുള്ള ഇത്രയും വലിയ ദുസ്സഹമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ അവസ്ഥക്ക് പരിഹാരം കാണാൻ യോഗം വിളിക്കുമ്പോൾ കലക്ടർക്ക് തോന്നിയ മാതിരി യോഗം മാറ്റി വെക്കുന്നത് ശരിയല്ല. അത് കലക്ടറെ CPMന്റെ രാഷ്ട്രീയമായ ഇടപെടലുകളാണ്. അത് ചില ആളുകൾ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആരോപണം. ആ രാഷ്ട്രീയ ഗൂഢാലോചന നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനാവരുത്, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഒപ്പം നിൽക്കാനായിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചന നാട്ടുകാർക്കെതിരെയാവരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് വടക്കേപ്പുറത്ത്, സെക്രട്ടറി വിപിൻ പുഴയ്ക്കൽ, യൂത്ത് കോർഡിനേറ്റർ ഫൈസൽ M. വലമ്പൂർ, മർസൂഖ്, അനിലങ്ങാടിപ്പുറം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.